വടക്കൻ ജില്ലകളിൽ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും അവസാന നിമിഷം വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ടും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടുമൊക്കെ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാരശ്ശേരി പഞ്ചായത്തിലാണുള്ളത്. ഇവിടെ വ്യത്യസ്ത മേഖല ബ്ലോക്ക് ഡിവിഷനിലും അതോടൊപ്പം തന്നെ വാർഡുകളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, UDFിൻ്റെ സ്ഥാനാർത്ഥികൾ നമ്മോടൊപ്പം ഉണ്ട്. കുന്നമംഗലം ബ്ലോക്കിൽ കാരശ്ശേരി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സുഹൈബ് ഉണ്ട് നമ്മോടൊപ്പം. എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന മണിക്കൂറുകളിൽ? വളരെ ഉഷാറായിട്ടാണ് പോകുന്നത്. പ്രയാസങ്ങളൊന്നുമില്ല. ഇപ്പം ലാസ്റ്റ് ലാപ്പ് ടൈമാണല്ലോ. അപ്പം കാര്യപ്പെട്ട ആളുകളെ, വിട്ടുപോയ ആളുകളെ നേരിൽ ഒന്ന് കണ്ട് അവരുമായി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു ഇതിലാണുള്ളത്, ലാപ്പിലാണുള്ളത്. നിങ്ങൾ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ AI റോബോട്ടിക്സ് അതോടൊപ്പം തന്നെ CSR ഫണ്ടിൻ്റെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ചിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അല്ല, അത് വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സാധാരണ വികസനങ്ങളായ കുടിവെള്ളം, റോഡ്, വിദ്യാഭ്യാസം, ഇത് നമ്മളെ ത്രിതല പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് നിന്ന് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കിട്ടേണ്ട വികസനങ്ങൾക്ക് ഒരുപാട് കാലതാമസം വരും, യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് പുറമെ CSRൻ്റെ സാധ്യത ഒരുപാടുള്ളൊരു മേഖലയാണ് ഈ കാരശ്ശേരി. അതുപോലെയല്ലേ ഈ CSR ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് പ്രദേശത്ത് കിട്ടേണ്ട റോബോട്ടിക് ലാബ് ഉൾപ്പെടെ ഈ കാലഘട്ടമാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതൊരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് സ്കൂളിൽ മാറ്റാനും അംഗനവാടികൾ, അതുപോലെ തന്നെ ഈ AI ലാബുകൾ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ യുവാക്കൾക്കുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈനുകളും അറിവുകളും നൽകാൻ ഒരു സെൻറ്റർ ഈ ഡിവിഷനകത്ത് അത്യാവശ്യമാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് വളരെ മോശമായ സാമ്പത്തിക സ്ഥിതിയാണ് നിലവിലുള്ളത്. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കും യുവാക്കൾക്കും നേരിടേണ്ടി വരും. അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലേക്കൊക്കെ പോകണം, അവർക്കുള്ള ഗൈഡ് ലൈനുകളും അതുപോലെ സർവീസുകളും നൽകാൻ അതെല്ലാം ഒരുപാട് കാലത്തെ കാത്തിരിപ്പ്. അതുപോലെ തന്നെ സ്റ്റേഡിയം ഉൾപ്പെടെ ഒരു പഞ്ചായത്തിന് മികച്ച സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് CSR ഫണ്ട് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ എല്ലാ CSRലൂടെയാണ് അത്തരം വേഗതയിൽ ഒരുപാട് വർഷത്തെ വേഗത്തിലാക്കി മാറ്റാൻ അതേ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കാരശ്ശേരി പഞ്ചായത്ത് ഇപ്പോൾ നിലവിൽ UDF ആണ്, അതേസമയം LDFനും ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. നിലവിൽ പ്രചരണം എങ്ങനെ പോകുന്നു? എന്താണ് പ്രതീക്ഷ? നിലവിൽ കാരശ്ശേരിയുടെ ചരിത്രത്തിലാദ്യമായിട്ട് UDFന് ഒരു തുടർ ഭരണം വരാൻ പോവുകയാണ്. കാരണം ഭൂരിഭാഗം മിക്ക വാർഡുകളും നമ്മൾ ഇത്തവണ വിജയിച്ചെടുക്കും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വാർഡുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക്. കാരണം നല്ല പ്രവർത്തനം UDFനെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഈ വാർഡ് വിഭജനത്തിൻ്റെ പരിക്കുകളൊന്നും കേൾക്കില്ല. വാർഡ് വിഭജന പരിക്കുകളൊക്കെ അവരുണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം കൃത്യമായ വോട്ട് ചേർത്തലും അതുപോലെ തന്നെ വോട്ടർ പട്ടിക അതിർത്തി പ്രകാരം സംശുദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ നേട്ടം പല വാർഡുകളിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വലിയ വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിനെതിരെ ഇപ്പം നിലവിൽ 5 വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിനെതിരെ ഒരു അപവാദം ഇറക്കാനോ അതുപോലെ തന്നെ ഒരു അഴിമതി ആരോപണം അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രചരണം നടത്താനും അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ സമാൻ ചാലോളി, ഈ വാർഡ് 11-ലാണ്, ആനയാങ്കുന്നിലാണ് മത്സരിക്കുന്നത്. 19-ാം വാർഡിലെ പുതിയ വാർഡാണ്. പിന്നെ കുഴപ്പമില്ല, നല്ല ഇതിൽ തന്നെ പ്രചരണമൊക്കെ നടക്കണേ. ഇപ്പോൾ നമ്മൾ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് മൗന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പ്രചരണമൊക്കെ നടക്കുന്നത്. പിന്നെ വീടുകളിലൊക്കെ കയറിയിട്ട് നല്ലൊരു പ്രതികരണം തന്നെയാണുള്ളത്. അപ്പോൾ എന്തായാലും കാരശ്ശേരി പഞ്ചായത്ത് UDFും LDFും മാറി മാറി വരുന്ന സ്ഥലമാണ്. അത് മാറി ഇത്തവണ തുടർ ഭരണം ലഭിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഇവർ വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ശക്തമായ മത്സരം നടക്കുന്നു. എന്തായാലും മലബാറിലെ രാഷ്ട്രീയ കാറ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ശക്തി കൂടുന്ന മണിക്കൂറുകളാണ്. എന്തായാലും ഇനി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഏറ്റവും അവസാനത്തെ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ബിബിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.